നമ്മുടെ ദേഷ്യം തീർക്കാൻ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളുടെ ഹൃദയം തകർക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. ആത്മാവ് കൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയെ വേദനിപ്പിച്ച് അകറ്റിയാൽ പിന്നീട് പകരം കണ്ടെത്തുന്നവർക്ക് ആ പഴയ വ്യക്തി നൽകിയ കരുതൽ നൽകാൻ കഴിയില്ല. ചിലർ നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങളുടെ കുറവുകൾ അറിഞ്ഞുകൊണ്ടായിരിക്കും. ആ കുറവുകൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ അവർ നിങ്ങളെ ചേർത്ത് പിടിക്കും. നിങ്ങളെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്ന, ഒന്നുമല്ലാതിരുന്ന കാലത്ത് ഒരാൾ തന്ന ആത്മാർത്ഥമായ സ്നേഹം, അത് എല്ലാവരിലും ഉണ്ടാവില്ല. അങ്ങനെ ഒരാളെ നഷ്ടപ്പെടുത്തിയാൽ പിന്നീട് ലോകത്തിന്റെ ഏത് കോണിൽ തിരഞ്ഞാലും ആ പഴയ സ്നേഹം നിങ്ങൾക്ക് കിട്ടില്ല. പോയവർക്ക് പകരം നിങ്ങൾ കണ്ടെത്തുന്നവർക്ക് മികച്ച സൗകര്യങ്ങൾ തരാൻ കഴിയും. പക്ഷേ ആ പഴയ വ്യക്തി നൽകിയ സ്നേഹം അതൊരിക്കലും തരാൻ കഴിയില്ല. കടലിലെ ഓരോ തിരമാലയും ഒരേപോലെയാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഓരോ തിരയും കരയെ തൊടുന്നത് ഓരോ രീതിയിലാണ്. അതുപോലെ തന്നെയാണ് ഓരോ മനുഷ്യരും. 1000 പേർ നിങ്ങളെ സ്നേഹിക്കാനുണ്ടാവും. പക്ഷെ ആ ഒരാൾ നിങ്ങളെ സ്നേഹിക്കുന്നത് അവരുടെ ലോകം തന്നെ നിങ്ങളാണെന്ന രീതിയിലായിരിക്കും. ആ സ്നേഹം തിരിച്ചറിയാതെ പോകുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. സ്നേഹമുള്ളവർ കൂടെയുള്ളപ്പോ അവരുടെ വില നമുക്കറിയില്ല. അവർ മിണ്ടുമ്പോ നമുക്ക് ദേഷ്യം വരും. അവർ വിളിക്കുമ്പോ നമുക്ക് തിരക്കായിരിക്കും. എന്നാൽ ഒരു ദിവസം ആ ശബ്ദം നിലയ്ക്കുമ്പോ, ആ കരുതൽ ഇല്ലാതാവുമ്പോ, അന്ന് നമ്മൾ തിരിച്ചറിയും നമ്മൾ തകർത്തത് ഒരു ഹൃദയത്തെയല്ല, ഈ ഭൂമിയിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യത്തെയാണ് എന്ന്. നിങ്ങൾ വിചാരിക്കും അവർ പോയാൽ മറ്റൊരാൾ വരും എന്ന്. പക്ഷേ ഒന്നോർത്തേക്ക്, ഓരോ മനുഷ്യരും ഓരോ ലോകമാണ്. ചിലർ നിങ്ങളെ സ്നേഹിക്കുന്നത് അവരുടെ ജീവശ്വാസം പോലെയാണ്. ആ സ്നേഹം ഒരിക്കൽ നഷ്ടപ്പെടുത്തിയാൽ പിന്നെ ആയുസ് മുഴുവൻ നിങ്ങൾ കാത്തിരുന്നാലും, ലോകം മുഴുവൻ അലഞ്ഞു തിരിഞ്ഞാലും അങ്ങനെ ഒരാളെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. നിങ്ങളെ അന്ധമായി സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാളെ വേദനിപ്പിച്ച് അകറ്റി നിർത്തിയാൽ പിന്നീട് നിങ്ങൾ എത്ര ആഗ്രഹിച്ചാലും കാലം നിങ്ങൾക്കത് തിരികെ നൽകില്ല. വാക്കുകൾ കൊണ്ട് പറയാതെ തന്നെ നിങ്ങളുടെ കണ്ണുകളിലെ സങ്കടം വായിക്കാൻ കഴിയുന്ന ഒരാൾ, നിങ്ങൾ ചിരിക്കുമ്പോഴും ഉള്ളിലെ വേദന തിരിച്ചറിയുന്ന ഒരാൾ, അങ്ങനെ ഒരാളെ നഷ്ടപ്പെടുത്തിയാൽ പിന്നീട് എത്ര വലിയ ആൾക്കൂട്ടത്തിൽ തിരഞ്ഞാലും അങ്ങനെ ഒരാളെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. നമ്മൾ വിചാരിക്കും ഒരാൾ പോയാൽ ആ സ്ഥാനം മറ്റൊരാളെ കൊണ്ട് നികത്താൻ കഴിയും എന്ന്. പക്ഷെ സത്യം അതല്ല. ഒരു വ്യക്തി പോയാൽ നമ്മുടെ ഹൃദയത്തിലെ അയാളുടെ ഇടം ശൂന്യമായി തന്നെ ഇരിക്കും. ആ ശൂന്യതയാണ് പിന്നീട് വലിയൊരു നഷ്ടബോധമായി നമ്മളെ വേട്ടയാടുന്നത്. എന്നും കൂടെയുള്ള ഒരാൾ, അവർ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കത് അവരുടെ കടമ മാത്രമാണ്. വീട്ടിൽ അമ്മ തയ്യാറാക്കുന്ന ഭക്ഷണത്തിന്റെയോ പങ്കാളി നിരന്തരം വിളിക്കുന്നതിന്റെയോ വില നമ്മൾ അറിയാത്തത് അതുകൊണ്ടാണ്. അവർ മിണ്ടുമ്പോ നമുക്ക് ദേഷ്യം വരുന്നത് ആ സ്നേഹത്തെ നമ്മളൊരു തടസ്സമായി കാണുന്നത് കൊണ്ടാണ്. എപ്പോഴും കൂടെയുള്ളത് കൊണ്ട് മാത്രം ആ സ്നേഹത്തിന് വിലയില്ലാതാകുന്നു. ഒരിക്കൽ ആ ശബ്ദം നിലയ്ക്കും. എന്നും കേട്ടുകൊണ്ടിരുന്ന ആ ശബ്ദം ഒരു ദിവസം ഇല്ലാതാകുമ്പോ ഉണ്ടാകുന്ന ശൂന്യത ഭീകരമാണ്. ഫോണിലെ ആ നമ്പറിൽ നിന്ന് ഇനിയൊരു കോൾ വരില്ല എന്ന് തിരിച്ചറിയുന്ന ആ നിമിഷം, അന്നവസാനിക്കും നമ്മുടെ എല്ലാ തിരക്കുകളും. സ്നേഹിക്കാൻ ഒരാൾ ഉണ്ടാവുക എന്നത് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. പണമോ പ്രശസ്തിയോ കൊണ്ട് ആ സൗഭാഗ്യം വിലയ്ക്ക് വാങ്ങാൻ കഴിയില്ല. ഒരാൾ നിങ്ങളെ വീണ്ടും വീണ്ടും വിളിക്കുന്നുണ്ടെങ്കിൽ അതവർക്ക് ജോലിയില്ലാത്തത് കൊണ്ടല്ല, നിങ്ങളോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണ്. നമ്മൾ തകർത്തത് ഒരു മനുഷ്യനെയല്ല, മറിച്ച് നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വില കൂടിയ സ്നേഹത്തെ ആയിരുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ കാലം ഒരുപാട് വൈകിയിരിക്കും. ഒരാൾ കൂടെയുള്ളപ്പോൾ അവരുടെ വില നമ്മൾ തിരിച്ചറിയുന്നില്ല. അതാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പരാജയം. അവർ പോയി കഴിഞ്ഞ് പശ്ചാത്തപിക്കുന്നതിൽ അർത്ഥമില്ല. നാളെയാകട്ടെ എന്ന് കരുതി മാറ്റിവെക്കേണ്ട ഒന്നല്ല സ്നേഹം. ഈ നിമിഷം നിങ്ങളുടെ കൂടെയുള്ളവരെ ചേർത്ത് പിടിക്കുക. അവരോട് സ്നേഹത്തോടെ സംസാരിക്കുക. ആ നിമിഷങ്ങളാണ്
നിങ്ങളുടെ കരുത്തായി മാറുന്നത്. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാളെ വേദനിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങളെ തന്നെയാണ്. കാരണം നിങ്ങളെ നിങ്ങളായി സ്നേഹിക്കുന്ന ഒരു ഹൃദയത്തെയാണ് നിങ്ങൾ തല്ലിക്കൊഴിച്ചത്. ലോകം മുഴുവൻ നിങ്ങളെ വെറുത്താലും നിഴലായി കൂടെ നിൽക്കാൻ ആ ഒരാൾ മാത്രമേ ഉണ്ടാവൂ എന്നോർത്തേക്ക്. നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും കൊണ്ട് വേദനിക്കുന്നത് നിങ്ങളെ പ്രാണനേക്കാൾ സ്നേഹിക്കുന്നവരുടെ ഹൃദയമാണെങ്കിൽ ആ ഹൃദയം ഒരിക്കൽ നിലച്ചു പോയാൽ, അല്ലെങ്കിൽ ആ മനസ്സ് നിങ്ങളിൽ നിന്ന് അകന്നു പോയാൽ, പിന്നെ ഈ ലോകത്ത് മറ്റൊന്നിനും ആ സങ്കടം മായ്ച്ചു കളയാൻ കഴിയില്ല. സ്നേഹിക്കപ്പെടുക എന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. വാശിയും ദേഷ്യവും ജയിക്കാൻ വേണ്ടി നിങ്ങൾ തോൽപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെയാണെങ്കിൽ നിങ്ങളുടെ ജയത്തിന് തോൽവിയേക്കാൾ കയ്പുണ്ടായിരിക്കും. ഹൃദയം തകർക്കാൻ നിമിഷങ്ങൾ മതി, പക്ഷേ അത് തുന്നിച്ചേർക്കാൻ ഒരായുസ് മുഴുവൻ കാത്തിരുന്നാലും കഴിഞ്ഞെന്ന് വരില്ല. സ്നേഹം അഭിനയിക്കുന്നവരുടെ ഇടയിൽ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നവർ ഉണ്ടാവുക എന്നത് അത്ഭുതമാണ്. അവർ കൂടെയുള്ളപ്പോൾ ചേർത്ത് പിടിക്കുക, അവർ മിണ്ടുമ്പോൾ കേൾക്കാൻ ശ്രമിക്കുക. കാരണം ഒരിക്കൽ ആ ശബ്ദം നിലച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നൽകുന്ന സ്നേഹത്തിന് മറുപടി നൽകാൻ അവിടെ ആരും ഉണ്ടാവില്ല. കൂടെയുള്ളപ്പോൾ സ്നേഹിക്കുക, കാരണം സ്നേഹത്തെക്കാൾ വലിയൊരു ലഹരിയും സ്നേഹിക്കപ്പെടാത്തതിനേക്കാൾ വലിയൊരു ശൂന്യതയും ഈ ലോകത്തില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ കാണാം.